നാരായണീയം ദശകം 3 ശ്ലോകം 6. ഭവത് ഭക്തിസ്താവത് പ്രമുഖമധുരാ ത്വദ്ഗുണരസാദ് കിമപി ആരൂഢ ചേത് അഖില പരിതാപപ്രശമനി പുനഃ അന്തേ ച സ്വാന്തേ വിമല പരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം ദിശതി കിം അത പ്രാർത്ഥ്യം അപരം. ഭവത് ഭക്തി താവത് ത്വദ്ഗുണരസാത് പ്രമുഖമധുര. നിൻതിരുവടിയിലുള്ള ഭക്തി അവിടുത്തെ ഗുണങ്ങളുടെ മാധുര്യത്താൽ തുടക്കത്തിൽ തന്നെ മധുരമായിട്ടാണ്. കിമപി ആരൂഢ ചേത് അഖില പരിതാപ പ്രശമനി. കുറച്ചു വളർന്നുവെങ്കിൽ എല്ലാ ദുഃഖങ്ങളെയും നിശേഷം ഇല്ലാതാക്കുന്നു. പുനഃ അന്തേ ച സ്വാന്തേ. പിന്നെ അവസാനത്തിലാകട്ടെ മനസ്സിൽ വിമല പരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം ദിശതി. തെളിഞ്ഞ ജ്ഞാനോദയത്തോടു ചേർന്ന പരമാനന്ദത്തിന്റെ ഐക്യത്തെ പ്രദാനം ചെയ്യുന്നു. അധഃ അപരം കിം പ്രാർത്ഥ്യം. ഇതല്ലാതെ വേറെ എന്താണ് വേണ്ടത്? ഭക്തി ആദ്യന്ത മധുരമാണെന്ന് സമർത്ഥിക്കുകയാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ. ഭഗവത് ഭക്തി ഒന്നുകൊണ്ട് തന്നെ തൻ്റെ സർവ്വരോഗക്ലേശങ്ങളെയും മാറ്റിക്കൊള്ളുമെന്ന് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് കവി. ജീവിതത്തിൽ സുഖവും ദുഃഖനാശവും ഒടുവിൽ മോക്ഷവും ലഭിക്കുക എന്നതിൽ കവിഞ്ഞ് ആർക്കും ഒന്നും നേടാനില്ല. ഇത് മൂന്നും ഭക്തി കൊണ്ട് തന്നെ ലഭിക്കുന്നു. അതിനാൽ ആ ഭക്തിയെ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് ഉറപ്പിച്ചു പറയുകയാണ് മേൽപ്പത്തൂർ. ഭഗവാന്റെ ഗുണഗണങ്ങളിലും ചരിതങ്ങളിലുമുള്ള പ്രീതി നിമിത്തമുള്ള ആ രസാനുഭവം ആദ്യം തന്നെ ഉണ്ടാകുന്നതിനാൽ ഭക്തി തുടക്കത്തിൽ തന്നെ മധുരമുള്ളതാണ്. കുറച്ചു കഴിയുമ്പോൾ ഒന്നുകൂടി ഉയർന്ന അവസ്ഥയിലെത്തുമ്പോൾ ഭക്തി സർവ്വതാപങ്ങളെയും ശമിപ്പിക്കുന്നു. അവസാന ഘട്ടത്തിൽ അന്ധകരണത്തിൽ ദോഷങ്ങളെല്ലാം തീർന്ന് ജ്ഞാനം പ്രകാശിക്കുന്നു. അങ്ങനെ ജ്ഞാനം പ്രകാശിക്കുമ്പോൾ പരമാനന്ദഭരിതമായ ബ്രഹ്മത്തിൻ്റെ അഭേദമായ ഭാവത്തെ അനുഭവിക്കാൻ കഴിയുന്നു. ഇതിലധികമായി എന്താണ് പ്രാർത്ഥിക്കപ്പെടേണ്ടതായിട്ടുള്ളത്? ഭവത് ഭക്തിസ്താവത് പ്രമുഖമധുരാ ത്വദ്ഗുണരസാത് കിമപ്യാരൂഢാ ചേദഖില പരിതാപപ്രശമനി പുനശ്ചാന്തേ സ്വാന്തേ വിമല പരിബോധോദയ വിളൻ മഹാനന്ദാദ്വൈതം ദിശതി കിമത പ്രാപ്ത്യമപരം. 7ാമത്തെ ശ്ലോകം. വിധൂയ ക്ലേശാന്മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവത് ക്ഷേത്രപ്രാപ്തൗ കരം അഭിച്ചതേ പൂജന വിധൗ ഭവൻ മൂർത്യാലോകേ നയനം അധതേ പാദതുളസി പരിഘ്രാണേ ഘ്രാണം ശ്രവണം അഭി തേ ചാരുചരിതേ. ക്ലേശാൻ വിധൂയ മേ ചരണയുഗ്മം ഭവത് ക്ഷേത്രപ്രാപ്തൗ. രോഗങ്ങൾ മാറ്റി എൻ്റെ 2 കാലിനും നിന്തിരുവടിയുടെ ക്ഷേത്രത്തിലെത്താനും കരം തേ പൂജനവിധൗ അഭിജ. കയ്യിന് നിന്തിരുവടിയുടെ പൂജ ചെയ്യാനും നയനം ഭവൻ മൂർത്യാലോകേ. കണ്ണിന് നിന്തിരുവടിയുടെ തിരുവുടൽ കാണുവാനും അധ ഘ്രാണം തേ പാദതുളസി പരിഘ്രാണേ. പിന്നെ മൂക്കിന് നിന്തിരുവടിയുടെ തൃപ്പാദത്തിലെ തുളസിയുടെ പരിമളം നുകരാനും ശ്രവണം തേ ചാരുചരിതേ. കാതിന് നിന്തിരുവടിയുടെ മധുര കഥകൾ കേൾക്കുവാനും ധൃതരസം കുരു. ഉത്സാഹമുണ്ടാക്കിത്തരണേ. ക്ലേശങ്ങളെല്ലാം അകറ്റി കർമ്മേന്ദ്രിയങ്ങൾക്കും ജ്ഞാനേന്ദ്രിയങ്ങൾക്കും ഭഗവാനെ ഭജിക്കുന്നതിൽ താല്പര്യമുണ്ടാക്കിത്തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കവി. തൻ്റെ രോഗക്ലേശങ്ങളെ ഇല്ലാതാക്കി തൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് ഭഗവാനെ സേവിക്കുന്നതിൽ താല്പര്യം ജനിപ്പിച്ചു തരണേ എന്നാണ് ഇവിടെ പ്രാർത്ഥന.
ഭക്തന്റെ സർവ ഇന്ദ്രിയങ്ങളും ഭഗവാനെ സംബന്ധിക്കുന്ന കർമ്മങ്ങളിൽ ഏർപ്പെടുന്നതാണ് ഭക്തിയുടെ ആരംഭം. അതിനാൽ തൻ്റെ പാദങ്ങൾക്ക് ഭഗവാന്റെ ക്ഷേത്രത്തിൽ എത്തുന്നതിനും, കൈകൾക്ക് പൂജാകർമ്മങ്ങൾ ചെയ്യുന്നതിലും, കണ്ണുകൾക്ക് ഭഗവാനെ കാണുന്നതിലും, മൂക്കുകൾക്ക് തൃപ്പാദങ്ങളിൽ അർപ്പിച്ച തുളസിയുടെ സൗരഭ്യം അനുഭവിക്കുന്നതിലും, ചെവികൾക്ക് ഭഗവാന്റെ കഥ കേൾക്കുന്നതിലും ആസക്തി ഉള്ളതാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കവി. വിധൂയ ക്ലേശാന്മേ കുരുചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്രപ്രാപ്തൗ കരമപി ച തേ പൂജനവിധൗ ഭവന്മൂർത്യാലോകേ നയനം അധ തേ പാദതുളസീ പരിഘ്രാണീ ഘ്രാണം ശ്രവണമപി തേ ചാരുചരിതേ. 8ാമത്തെ ശ്ലോകം. പ്രഭൂതാദിവ്യാധി പ്രസവചലിതേ മാമകഹൃദി ത്വദീയം തദ്രൂപം പരമരസചിദ്രൂപമുദിയാദ് ഉദഞ്ചദ്രോമാഞ്ചോ ഗളിത ബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമപീഠാ പരിഭവാൻ. പ്രഭൂതാദിവ്യാധി പ്രസവചലിതേ മാമകഹൃദി. വളരെയേറെ മനോദുഃഖങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും വല്ലാതെ ഇളകിവശായിട്ടുള്ള എൻ്റെ മനസ്സിൽ പരമരസചിദ്രൂപം ത്വദീയം തദ് രൂപം ഉദിയാദ്. സാന്ദ്രാനന്ദാവബോധാത്മകമായ നിന്തിരുവടിയുടെ ആ ദിവ്യവിഗ്രഹം തെളിഞ്ഞു വിളങ്ങേണമേ. ഉദഞ്ചദ്രോമാഞ്ച ഗളിത ബഹുഹർഷാശ്രുനിവഹ. കോൾമയിർ കൊണ്ടും ആനന്ദക്കണ്ണീർ ധാരധാരയായി ഒഴുക്കിക്കൊണ്ടും ദുരുപശമപീഠാ പരിഭവാൻ യഥാ വിസ്മര്യാസം. അടക്കാനാവാത്ത രോഗപീഠകളെ അങ്ങനെ ഞാൻ തീരെ മറന്നു പോകേണമേ. അന്ധക്കരണത്തിൽ ഭഗവാന്റെ സച്ചിദാനന്ദ രൂപം തെളിഞ്ഞു വിളങ്ങണമേ എന്ന് കവി പ്രാർത്ഥിക്കുകയാണ്. സൂര്യൻ ഉദിച്ചാൽ ഇരുട്ട് അപ്രത്യക്ഷമാകുന്നത് പോലെ ജ്ഞാനവും പരമാനന്ദവുമാകുന്ന ഭഗവത് രൂപം മനസ്സിൽ തെളിഞ്ഞാൽ സകല ദുഃഖങ്ങളും മറന്നുപോകുന്നു. ശാരീരങ്ങളായ രോഗങ്ങളുടെയും മാനസങ്ങളായ രാഗാദികളുടെയും ശക്തിക്ക് കീഴടങ്ങിയ തൻ്റെ ഹൃദയത്തിൽ ഭഗവാന്റെ ജ്ഞാനാനന്ദങ്ങൾ നിറഞ്ഞ രൂപത്തെ ദർശിക്കാൻ സാധിക്കണം. അങ്ങനെയായാൽ മാത്രമേ ഭക്തിലക്ഷണങ്ങളായ രോമാഞ്ചം, ആനന്ദക്കണ്ണീർ ഇവയോടുകൂടി സർവതാപങ്ങളും മറന്ന് പരമാനന്ദം അനുഭവിക്കാൻ അവസരം ലഭിക്കുകയുള്ളൂ. ഭഗവത് രൂപരസായനം സേവിക്കുകയും രോമാഞ്ച തൈലം പുരട്ടുകയും കണ്ണീർ കൊണ്ട് ധാര ചെയ്യുകയുമല്ലാതെ തൻ്റെ വാതരോഗത്തിന് വേറെ ചികിത്സ ഒന്നും കാണുന്നില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. അങ്ങനെ പരമഭക്തി കൊണ്ടുള്ള സാക്ഷാത്കാരമാണ് കവി ഇവിടെ പ്രാർത്ഥിക്കുന്നത്. പ്രഭൂതാദിവ്യാധി പ്രസവചലിതേ മാമകഹൃദി ത്വദീയം തദ്രൂപം പരമരസചിദ്രൂപമുദിയാദ് ഉദഞ്ചദ്രോമാഞ്ചോ ഗളിത ബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമപീഠാ പരിഭവാൻ.